പിന്നെ അത് നമുക്കൊരു നെഗറ്റിവിറ്റി വന്നു, ഒരു വിഷമം വന്നു, പിന്നെ അത് ഓവർകം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അത്രയും ഡേയ്സ് കൂടുതൽ എടുക്കും, കുറവാണെങ്കിൽ അത്രയും കുറവായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു വിഷമം മറന്നു പോകാൻ പറ്റുന്ന, പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതിയല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ അത്രയും ആഴ്ന്നു പോയിട്ടുള്ള ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും റിക്കവർ ആവാൻ. അങ്ങനെ നല്ല ചിന്തകളെ രൂപപ്പെടുത്താൻ വേണ്ടി വേദപുസ്തകങ്ങളൊക്കെ വായിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല താല്പര്യമുണ്ട് അതൊക്കെ വായിച്ചാൽ കൊള്ളാന്ന്. സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതിലേക്ക് എന്റെ മൈൻഡ് ഒന്നും ഓക്കെ ആയിട്ടില്ല, ഇതിന് വേണ്ടി സമയം മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓവറോൾ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ബേസിക്കലി പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതുണ്ട്. പിന്നെ വായന നല്ല ശീലം തന്നെയാണ്. അപ്പൊ എനിക്കത് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യണമെന്നുണ്ട്. കുറച്ചുകൂടി വായിക്കണം, കുറച്ചുകൂടി അറിവ് കിട്ടണം, പിന്നെ നല്ല നല്ല മൂവീസ് കാണണം, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഈ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവല്ലോ അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പണ്ട്. അതുപോലെ ഉപന്യാസം, പിന്നെ നമുക്കിപ്പോ ഒരു സബ്ജക്റ്റ് ഒക്കെ തരികയാണെങ്കിൽ എനിക്ക് അതിനെ എലാബറേറ്റ് ചെയ്ത് എന്റേതായ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടം, അങ്ങനെ ഇഷ്ടം. പക്ഷെ ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും എഴുത്താണെങ്കിലും ഒന്നും ഇല്ല. ഇപ്പൊ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ ഞാൻ പോയിട്ട് വരാം കേട്ടോ, എവിടെ നമ്മളെ പോണ, ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വരാം, അടുത്ത ദിവസം അമ്മ ഞാൻ പുറത്ത് പോയിട്ട് വരാം, എവിടെയാ നമ്മളെ പോണേ, ഇന്നൊരു കോമ്പറ്റീഷൻ ഉപന്യാസ മത്സരം ഉണ്ടമ്മ. അങ്ങനെ ആഴ്ചയിൽ ഡിഫറെന്റ് ആയിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് പോകും, ഡിഫറെന്റ് പ്രോഗ്രാംസ്. ഞാന് വളർന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് അവിടെ ബാലഗോകുലം എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് എന്റെ ബേസ്. അപ്പൊ നമുക്ക് അത് ത്രൂ തന്നെ കുറെ കോമ്പറ്റീഷൻസിന്, ഇപ്പം ജ്ഞാനപ്പാന, അതുപോലെ പ്രശ്നോത്തരി, രാമായണ പാരായണം, ഇതിനൊക്കെ നമ്മളെ കോമ്പറ്റീഷന് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് എല്ലാത്തിനും പ്രൈസും കിട്ടാറുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ രാമായണ പാരായണം പഠിച്ചത്, ജ്ഞാനപ്പാന പഠിച്ചത്, പിന്നെ കുറച്ച് നമ്മുടെ മിത്തോളജി സംഭവങ്ങളൊക്കെ പഠിച്ചത്. എന്റെ ബേസ് അവിടെ നിന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് കുറെ സംഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പൊളിറ്റിക്കൽ തോട്ട്സും കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഇല്ലായിരുന്നു. പക്ഷെ റീസെന്റ് ആണ് എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഞാൻ ലിറ്ററലി സീറോ ആയിരുന്നു പൊളിറ്റിക്സിൽ. എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ ഇന്ന പാർട്ടിയിലാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കുറെ അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എക്സാക്ട് പൊളിറ്റിക്സ് എന്താണ്, എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഒരു ഫ്രണ്ടും ഞാനും കൂടി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. 2 ഡിഫറെന്റ് പാർട്ടീസ് ആണ്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റില് ഞാൻ സീറോ ആയിരുന്നു, എനിക്കൊന്നും പറയാനില്ല, പോയിന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്നാ പിന്നെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് പഠിക്കണം. അങ്ങനെ പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇപ്പൊ കുറച്ച് റെഫർ ചെയ്യാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റും എന്തൊക്കെയാ നടക്കുന്നത് കാര്യങ്ങളൊക്കെ, ഞാൻ ബിലീവ് ചെയ്യുന്ന പൊളിറ്റിക്സ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് സൈഡ് ഉള്ളത്, പിന്നെ മൊത്തത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് കുറച്ചൊരു അവയർനെസ് ഉണ്ട്. എന്താന്ന് വെച്ചാ ചെറുതായിട്ട് നല്ലതാണല്ലോ. കാരണം എഴുത്തിന്റെ മേഖല വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ഒബ്സർവേഷൻ ഉണ്ടാവും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അതെ. എപ്പോഴും ഹാപ്പിയാണോ? അല്ല. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് പറയണം? ലിറ്ററലി ഒരാൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു റോളർ കോസ്റ്റർ ആണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, ഞാനിപ്പോ ഈ ചിരിച്ചിരിക്കുന്ന പോലെ എനിക്ക് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് പോസിബിളേ അല്ല. പിന്നെ നമുക്ക് എല്ലാ ഫീലിങ്സും ഒക്കെ മാറി മാറി വരുമല്ലോ. ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും എന്നെ നെഗറ്റീവ് ആക്കുന്ന ഒരു ഇൻസിഡന്റ് വന്നാൽ ഒബ്വിയസ്ലി കരേണ്ടതാണെങ്കിൽ ഞാൻ കരയും. കുറെ ദിവസം ചിലപ്പോൾ എനിക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ഞാൻ ഡിപ്രഷൻ മൂഡിൽ ഇരിക്കേണ്ടി വരും. പക്ഷെ എന്നാലും ഞാൻ വിചാരിക്കും ഓക്കെ ഇതിന്ന് റിക്കവർ ആയിട്ട് ഈ ഹാപ്പിനെസ് മൂഡിലേക്ക് വരണം എന്ന് ഞാൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അതിന് കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഹാപ്പി ആക്കി വെക്കുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഡിപ്രഷൻ ഒക്കെ വരും. ചിലപ്പോ എന്നെ സംബന്ധിച്ച് അത് ചെറിയ കാര്യമായിരിക്കും, മറ്റുള്ളവർക്ക് വലുതായിരിക്കും. ചിലപ്പം മറ്റുള്ളവർക്ക് വലുതായിരിക്കും, എന്നെ സംബന്ധിച്ച് ചെറുതായിരിക്കും. അങ്ങനെ അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ടിപ്പില്ല. അങ്ങനെ ഞാൻ ചേട്ടനോട് ചോദിക്കാം, ചേട്ടന് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അല്ല പറ്റാറുണ്ടോ? എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പറ്റാറില്ലാത്തോണ്ടാണ് ടിപ്പ് ചോദിച്ചത്. എനിക്ക് പറ്റാറില്ല. ഇല്ല. ഷാമിലയുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം
നഷ്ടമായി തോന്നി, അല്ലെങ്കിൽ ഇത്ര വർഷം എനിക്ക് നഷ്ടമായി, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട്. ഏത് സമയം? 2015 to 2021. അതാണ് ഒളിവ് കാലം. ആ ഒരു സമയത്ത് ആ ഒരു സമയം എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വിചാരിക്കുന്ന പൊസിഷനിലൊക്കെ എത്തിപ്പെടാൻ പറ്റുമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ ഇപ്പോഴും അതോർത്തിട്ടുള്ള വിഷമം തോന്നാറ്, റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. ബട്ട് നമ്മൾ അത് ആലോചിച്ചിരുന്ന് കുറെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതിനെ റിക്കവർ ചെയ്ത് നമ്മൾ ഫേസ് ചെയ്ത് ഇനി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. നമ്മുടേതായിട്ടുള്ള കാരണം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ, യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ് നാച്ചുറലി. അതിന് പോസിറ്റീവായിട്ട് കണ്ട് മുമ്പോട്ട് പോകുന്നു. അതെ. റീസെന്റ് ഏതെങ്കിലും സിനിമയ്ക്കുള്ള കോൾ വന്നിട്ടുണ്ടോ? റീസെന്റ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ചിലപ്പം ജൂലൈയിൽ ഒന്ന് സ്റ്റാർട്ട് ആവും. ഇപ്പൊ എന്തായാലും ഞാൻ ഒന്നും പറയുന്നില്ല, സിനിമയാണല്ലോ. നമുക്കത് ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ആവുമ്പോഴേ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അതിലുണ്ട് എന്ന് പറയാൻ പറ്റും. എന്നാലൊരു രണ്ടാം വരവ്, തിരിച്ചു വരവ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലോ. ഈ ബ്ലൈൻഡ് ലവ് എന്നുള്ള റീല് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ വന്നു. ശ്യാമിലി വീണ്ടും ആക്റ്റീവായിട്ട് ഫ്രെയിമിലേക്ക് ഫീൽ വന്നു. അങ്ങനെ ഉള്ളിൽ തോന്നാറുണ്ട്. പ്രതീക്ഷ എന്നുണ്ട്. ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. സോ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ ഒരു മോട്ടീവ് ഇല്ല, ഒന്നും ഇല്ലല്ലോ. പിന്നെ പ്രതീക്ഷ അന്നും ഉണ്ടല്ലോ, അന്നത്തെ പ്രതീക്ഷ അല്ലല്ലോ ഇന്ന്. നമ്മൾ കുറെ കൂടെ കാര്യങ്ങൾ പഠിച്ചു, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടായി, പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എല്ലാം നമുക്ക് തിരിച്ചറിയുന്ന സമയത്തിലേക്ക് എത്തി. അപ്പൊ അന്നത്തെ പ്രതീക്ഷയാണോ ഇന്ന്? കുറെ കൂടെ ഒരു ഉറപ്പുള്ള സാഹചര്യത്തിലാണ്. പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ ഇഷ്ടമാണ്, പിന്നെ ഇളയരാജ ഇഷ്ടമാണ്, പിന്നെ ഹാരിസ് ജയരാജ് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നല്ല സോങ്സ്, അതായത് ഇപ്പം ചിലപ്പം മെലഡി ടൈപ്പ് ഒക്കെ നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും ഓരോ പാട്ടും. എന്നാലും വിദ്യാസാഗർജിയുടെ ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? അതില് ശ്രീദാസൻ പറഞ്ഞല്ലോ ധാരാളം ഉണ്ടല്ലോ. അതെ ധാരാളം ഉണ്ടല്ലോ, അതിൽ ഞാൻ ഏത് ചൂസ് ചെയ്യും? എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? എനിക്ക് രാത്രിയൊക്കെ ഇങ്ങനെ ഉറങ്ങുമ്പോ കേൾക്കാൻ ഈ ഒരു പാട്ടുണ്ട്, നമ്മുടെ ഏതോ നിദ്രതൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ പാട്ടിന്. നമ്മൾ എവിടേക്കോ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലൊക്കെ തോന്നുന്നു. പാട്ട് പാടിക്കൊണ്ട് കിടക്കും, അതോ പാട്ട് കേട്ടോണ്ട് കേൾക്കാറാണ് പതിവ്. ഞാനൊരു ബാത്റൂം സിംഗർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പബ്ലിക്കലി ഞാൻ പാട്ട് പാടുന്നു പറയാൻ പറ്റില്ല, കാരണം കേൾക്കുന്നവരത് അക്സെപ്റ്റ് ചെയ്യണല്ലോ. ബാത്റൂം സിംഗർ എന്നുള്ളത് സ്റ്റുഡിയോ സിംഗർ ഡൈവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ പാട്ട് പാടും? ഞാനും ബാത്റൂം സിംഗർ ആണ്. പാടില്ല, പുറത്തൊന്നും പാടില്ല. രണ്ടുപേര് ഏതോ നിദ്രതല്ലേ അല്ലേ? ശ്യാമിലി രണ്ടുപേര് പാടും. അയ്യോ ചേട്ടൻ പാടും, പക്ഷെ ഞാൻ പാടില്ല. വേറൊരു പാട്ടുണ്ട്, പിന്നെയും പിന്നെയും ആരോഗ്യനാവില്ല. അതും എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. അത് നല്ലത് വിദ്യാജിയുടെ പാട്ട്. പിന്നെയും ആരോഗ്യനാവിന്റെ ഇഷ്ടമുള്ള പാട്ടല്ലേ? രണ്ടുപേര് പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് പാടും. ഞാൻ പാടാം, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പാടുപെടില്ല, പാടിക്കോളൂ. എനിക്ക് അറിയുന്ന കുറച്ച് ഒരു 2 ലൈൻസ് ഞാൻ പാടാം. ബേസിക്കലി ഞാൻ സിംഗർ അല്ല, എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പാടുന്നത്. വാനിലേ വാനിൽ നീ വന്നു നിന്നാകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി ഒഴുകി. സൂപ്പർ സൂപ്പർ. നല്ല വോയിസ് ആണ് ശ്യാമിലിയുടെ. പാട്ട് പാടാം, ഡബ് ചെയ്യാറുണ്ട്. പണ്ട് ഞാൻ ആഡ്സിനൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ മൂവിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്യണമെന്നുണ്ട്. ഡബിംഗ് മാത്രമായിട്ടൊന്നും ഫോക്കസ് ചെയ്യും? ഡബിംഗ് മാത്രമായിട്ട് ഞാൻ ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെ സ്കിൽസ് ആണുള്ളത്? പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഡാൻസറാണ്, എഴുത്തുകാരിയാണ്, എല്ലാം കുറച്ച്. പണ്ട് അമ്മ പറയായിരുന്നു, നീ ഏതിലെങ്കിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, അത് കുറച്ച് പഠിക്കും, ഇത് കുറച്ച് പഠിക്കും, ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടാവും, ഒന്നുമല്ല. അതാണ് ബേസിക്കലി. എന്നാലും വീട്ടുകാർക്ക് ഇപ്പം അമ്മയ്ക്ക് ഗവൺമെന്റ് ജോബ് ആയിരുന്നു ആഗ്രഹം, ഇതല്ലാതെ വേറെന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളി കിടക്കുന്നു? എനിക്ക് അൾട്ടിമേറ്റ്ലി ആക്ടിങ് തന്നെയാണ്. ഇപ്പം ആക്ടിങ്ങിൽ ഒരാളെ പറയുകയാണെങ്കിൽ എനിക്ക് റോൾ മോഡൽ പറയാനൊക്കെ പറ്റും. അല്ലാണ്ട് എനിക്ക് റെസ്പെക്ട് തോന്നിയ വ്യക്തിത്വം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ
അവരോടൊക്കെ എനിക്ക് എപ്പോഴും ഒരു റെസ്പെക്ട്. പുള്ളീൻ്റെ ഒക്കെ ഒരു കരീഷ്മ, അത് ഇപ്പം എല്ലാ ലോകരാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യ മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ഹിം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പവർ, അതുപോലെ ഒരു കാലിബർ ഒക്കെ കിട്ടുകയാണെങ്കിൽ ബെറ്റർ. അങ്ങനെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും ആരാധനയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒരു പൊളിറ്റിക്കൽ തോട്ട്സ് ഉണ്ടോ ചെറുതായിട്ട്. ഇനി അങ്ങോട്ട് എഴുത്തിന്റെ മേഖല ശ്രദ്ധിക്കാൻ ആഗ്രഹം? എഴുത്തിന്റെ മേഖല ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ നന്നായിട്ട് വായിക്കണം. കുറച്ചുകൂടി വായന എലാബറേറ്റ് ചെയ്യണം. നന്നായിട്ട് വായിച്ചിട്ട് ഒരു പോയിന്റിൽ എനിക്ക് തോന്നുമല്ലോ ഐ ക്യാൻ റൈറ്റ് എന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ എഴുതണം. സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിക്കുന്ന ശീലങ്ങളൊന്നുമില്ല? ഇല്ല. പൊതുവെ ഞാനൊരു മടിച്ചാണ്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാൻ എനിക്ക് ഇത്തിരി മടിയാ. അപ്പം പിന്നെ എഴുത്തും നിർത്തിയിട്ട് കുറച്ചായി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സത്യത്തിൽ എനിക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചത് താങ്കൾ ഒരു മടിച്ചിയാണല്ലേ? ആദ്യം ചോദിക്കുന്നായിരുന്നു. പിന്നെ നെഗറ്റീവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടത്. ഞാൻ റീലിൽ കണ്ടായിരുന്നു, രാവിലെ എണീക്കുന്നു ഇങ്ങനെ സാധനം കണ്ടായിരുന്നു. എനിക്ക് തോന്നി മിക്കവാറും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കിടന്നോണ്ട് ദൈവമേ ഇന്നൊരു സിനിമ തരണേ, അങ്ങനെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അത്രയും മടിച്ചാന്നൊരു ഫീല് വന്നായിരുന്നു. പക്ഷേ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ മടിച്ചില്ല കേട്ടോ. വർക്കിന് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ ആക്ടിങ് തന്നെയാണെങ്കിലും നമുക്കൊരു ഇന്ന ടൈം സ്കെഡ്യൂൾ ഇല്ല. ഇപ്പൊ ഒരു 9 to 5 ജോബ് ആണെങ്കിൽ നമുക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം എന്ന് പറയാൻ പറ്റും. ഇതിൽ അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യും. അതിലൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു മടിയില്ല. പക്ഷെ ലിറ്ററലി വീട്ടിലിരിക്കുമ്പം കുറച്ച് മടിയാ. 7 മണിക്കാണ് എണീക്കുന്നത്. 7 മണി ചിലപ്പോ ഡിപ്പെൻസ് ആട്ടോ. ചിലപ്പം അമ്പലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ചിലപ്പോ 8 മണി വരെ ഉറങ്ങും, ചിലപ്പോ 9 വരെ ഉറങ്ങും. രാവിലെ ഒരു പുലർച്ചെ എഴുന്നേറ്റിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തൂടെ? ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തിനെ പറ്റി ആലോചിക്കുന്നത്. കൊള്ളാലോ, നൈസ് ഐഡിയ ആണ്. പക്ഷെ 5 മണിക്ക് എണീക്കണം, പ്രാക്ടീസ് ചെയ്യണം, മടി മാറ്റണം. യെസ്, ഇതൊക്കെ വലിയ ഫാക്ട്സ് ആണ്. സോ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിഷ്വൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം മോഡലിംഗ് ആണോ ആക്ടിംഗ് ആണോ? ആക്ടിംഗ് തന്നെയാണ് എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ഇപ്പം ആങ്കറിംഗ് ആണെങ്കിലും പിന്നെ മോഡലിംഗ്. അങ്ങനെ ഈ ആക്ടിംഗ് മേഖലയിൽ നടിമാര് തന്നെ എന്നും നിലനിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് ഡാൻസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ടിംഗ് മാത്രമായിട്ട് പോകുന്ന ആളുകളായിരിക്കും. അവരാ നിലനിൽപ്പിന് വേണ്ടി എന്ത് സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചു? കൺസിസ്റ്റൻസി. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർന്നു പോവാ. നമുക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം. അപ്പൊ ഇപ്പൊ വേറെ ആരും നമുക്ക് ചാൻസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് സിനിമയിലുണ്ടല്ലോ. അതിന് കാരണം അവര് തന്നെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റീവായിട്ട് അവർ വർക്ക് ചെയ്യാണ്. അപ്പൊ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഇന്ന ആള് കൊള്ളാലോ, നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നോക്കിയാണ്, നമ്മുടെ ഇത് ചെയ്യാൻ നോക്കിയാന്ന് തോന്നും. അപ്പൊ നമുക്കിനിപ്പോ വേറൊരാൾ വിളിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഫോൺ, നമുക്ക് തന്നെ ചെയ്യാം. സോഷ്യൽ മീഡിയ ആക്റ്റീവായ കാലഘട്ടത്തിലാണ്. അതിന് മുൻപ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, കുറവാണ്. നിലനിന്നിട്ടുള്ള നടീനടന്മാര് മേഖലയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവര് സ്വീകരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ശോഭന അന്നും ഇന്നും ലൈവാണ്. എനിക്ക് തോന്നുന്നു അവര് ഡാൻസ് ഒരു ഉപാസനയായിട്ട് എടുത്തുകൊണ്ടായിരിക്കാം അവരെപ്പോഴും ലൈവായിട്ട് നിൽക്കും. ആശാ ശരത്തിനെ പോലുള്ള ഡാൻസേഴ്സ് ഒക്കെ അവരത് ഡാൻസ് ഒരു പ്രാക്ടീസ് ആയിട്ട് കൊണ്ടു നടക്കുന്നു. അപ്പൊ അവര് എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഡാൻസറായിട്ട് മടിച്ചിയായി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഭഗവാനെ സിനിമ തരണേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് മസ്റ്റ് ആണ്. നമുക്ക് നമ്മുടെ ബോഡീനെ എത്ര ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുമോ അത്രയും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കല തന്നെയാണ് ഈ ക്ലാസിക്കൽ ഡാൻസ്. അപ്പൊ അത് എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലത്. അതിപ്പോ നമുക്ക് സിനിമയ്ക്കാണെങ്കിലും ഉപകാരമാണ്, ഒരു ക്യാരക്ടറായിട്ട് ഡൈവേർട്ട് ആവാനാണെങ്കിലൊക്കെ ഉപകാരമാണ് ഡാൻസ്. പക്ഷെ ഞാനിത് കുറച്ച് വർഷമായിട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എന്റെ മൈൻഡിൽ സിനിമ അല്ലെങ്കിൽ വേറെ എങ്ങനെ ഉള്ളതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ആയതുകൊണ്ട് ഈ ഒരു ഡാൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ട് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സൈഡായിട്ട് സിനിമയ്ക്ക് യൂസ്ഫുൾ ആവും എന്ന് തോന്നിയോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതെ, ആവും. പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ആ ഭരതനാട്യം പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാണെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എപ്പോഴും ലൈവായിട്ട് നിൽക്കാനും. എനിക്ക് തോന്നുന്ന റീൽസിലൊന്നും ഡാൻസ് ഇല്ല. ഡാൻസ് ക്ലാസിക്കൽ ഡാൻസിന്റെ ഒന്നും റീൽസിലില്ല. അപ്പൊ താങ്കൾ എനിക്കൊന്ന് ഒരു 5 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടല്ലേ അരങ്ങേറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒന്നും 6 വർഷം പിന്നെ അതിന്റെ ഒന്നും കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അത് ആക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു
കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും തോന്നുന്നു. ട്രൈ ചെയ്യണം, ഇനിയും ഡാൻസ് ഒന്നുകൂടി പൊടി തട്ടി എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. ശ്യാമിലിയുടെ വീഡിയോസും മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം തോന്നിയൊരു കാര്യം, ഒരു ബഹുമുഖ പ്രതിഭയാണല്ലോ എന്നൊരു തോന്നൽ വന്നു. നമ്മളീ പറഞ്ഞത് കൂടാതെ ഏതൊക്കെ സ്കിൽസ് ആണുള്ളത്? അഭിനയമല്ലാതെ എനിക്ക് ഇപ്പം ആസ് ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ ഇഷ്ടമാണ്, ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ആഗ്രഹമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ചെറുപ്പം പോലെ. ഇപ്പൊ ശ്യാമിലിയുടെ മൂവി കണ്ടപ്പം, ബേബി ശ്യാമിലിയുടെ മൂവി കണ്ടപ്പം അച്ഛാ എനിക്ക് ഇതുപോലെ നടിയാവണം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് താങ്കളുടെ രീതി വെച്ച് ഓരോ ക്ലാസ്സുകൾ എത്തുന്തോറും ഓരോ ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ കൂടെ വന്ന ഓരോ ആഗ്രഹങ്ങൾ പറയാം. സിനിമ അല്ലാണ്ട് ഇപ്പൊ ചെറുപ്പത്തില് സിനിമ കാണുമ്പോ എനിക്ക് ഇതുപോലെ ടി വിയിൽ വരണം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്, കളക്ടർ ആവണം എന്ന് തോന്നിയിട്ടുണ്ട്, മന്ത്രി ആവണം എന്ന് തോന്നിയിട്ടുണ്ട്, പിന്നെന്താ അഡ്വക്കേറ്റ് ആവണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് മോദിജിനെ കണ്ടു കഴിഞ്ഞപ്പോ PM ആയ കൊള്ളാന്ന് വരെ തോന്നി. ആഗ്രഹിക്കാലോ നമുക്ക്. ഞാൻ ആഗ്രഹിക്കുമ്പോ എക്സ്ട്രീം ലെവൽ ആഗ്രഹിക്കും, അങ്ങനെ കുറച്ചെങ്കിലും കിട്ടുള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വായനാശീലം വളർത്തുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ മേഖലയെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടും. സിനിമയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ വേഷങ്ങളും ചെയ്യുകയും ചെയ്യും. അതെ, അതാണ് അതിന്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു, സിനിമയാണെങ്കിൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ കളക്ടർ ആവാം, പോലീസ് ആവാം, അഡ്വക്കേറ്റ് ആവാം, എല്ലാം ആവാലോ, പൊളിറ്റീഷ്യൻ ആവാം. സിനിമ എല്ലാത്തിനും ഒരു ബെറ്റർ ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയിൽ നമുക്കൊരു റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളായിട്ട് തോന്നിയത് ആരെയാണ്? സംവിധായകനാകാം, നടനാകാം, ആരെയാണ് മനസ്സിൽ തോന്നിയിട്ടുള്ളത്? എനിക്ക് ഇപ്പം ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് റോൾ മോഡൽ എന്ന് തോന്നിയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് ഉർവശിയാണ്, മോഹൻലാൽ. ഉർവശി മോഹൻലാൽ ജോഡി അത് ഭയങ്കര ഇഷ്ടമാണ്. ഏത് മൂവിയാണ്? മിഥുനം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ യോധ എനിക്ക് ഇഷ്ടമാണ്. അതില് എനിക്ക് ഉർവശീനെ മധുബാല ചെയ്ത ആ ക്യാരക്ടറിലേക്ക് കുറച്ചും കൂടി, ആ ഉർവശി ചെയ്ത ക്യാരക്ടർ നാട്ടിലുള്ള കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പൊ അതൊന്നും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ. ഉർവശി എനിക്ക് ഭയങ്കര ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ലാലേട്ടൻ. ഉർവശിയെ പോലെ ആകണം, അങ്ങനെ തോന്നുന്നു. ഉർവശിയെ പോലെ ആകണം എന്നല്ലെങ്കിലും ഞാൻ പറഞ്ഞ ഇപ്പോഴല്ല, യോധ ഇറങ്ങിയ സമയത്ത് എത്ര ഏജ് ഉണ്ടാവും? ഡ്യൂറിങ് സ്റ്റഡി ടൈം, കുഞ്ഞായിരിക്കുന്ന സമയത്ത് ടിവിയിൽ വന്നിട്ടായിരിക്കും മൂവി കണ്ടിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഉർവശിയെ പോലെയാകാം എന്നങ്ങനെ കുഞ്ഞു മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ചില ഇപ്പൊ നമ്മൾ ഓരോ ക്യാരക്ടർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉർവശി ചെയ്യുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ അഭിനയിച്ചാൽ കൊള്ളാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മഞ്ജുവാര്യരുടെ ഒരു പടം ഉണ്ടല്ലോ, നമ്മുടെ സമരൻ ബത്ലേ, അത് കാണുമ്പോൾ ലൈക്ക് എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണം തോന്നിയിട്ടുണ്ട്. അച്ചുവിന്റെ അമ്മ കണ്ടപ്പം എനിക്ക് അതിലെ മീര ജാസ്മിന്റെ ക്യാരക്ടർ ചെയ്യണം തോന്നിയിട്ടുണ്ട്. കസ്തൂരിമാൻ കണ്ടപ്പോ എനിക്ക് അതിലെ മീര ജാസ്മിൻ, അങ്ങനെ ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മീൻസ് നമുക്ക് അഭിനയ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്കും പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. ലാലേട്ടന്റെ എന്താ പറയാ, കുറെ പടങ്ങള് ഇപ്പൊ നമുക്ക് ഏതൊക്കെ എടുക്കണം എന്ന് അറിയില്ല, അത്രയും ഒരുപാട്. ഇപ്പം ചേട്ടച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പവിത്രം മൂവി, അതുപോലെ താളവട്ടം, അങ്ങനെ കുറെ പടങ്ങളുണ്ട്, എനിക്ക് അറിയില്ല അതെങ്ങനെയാണ്. സതയം, പിന്നെ വേറൊരു പടം കുറച്ച് എക്സെൻട്രിക് ആയിട്ട് ചെയ്തിട്ട് ഉള്ള ഉർവശിയും മോഹൻലാലും കൂടി ചെയ്തൊരു പടം ഉണ്ടല്ലോ, എനിക്ക് അതിന്റെ പേര് ഓർമ്മ വരുന്നില്ല. അഹം. അപ്പൊ അതിലൊക്കെ നമ്മളിങ്ങനെ ആക്ടിങ് കാണും, മോഹൻലാലിന്റെ ആക്ടിങ് കാണുമ്പോ ലിറ്ററലി നമ്മളിങ്ങനെ ഇരുന്ന് പോകും. എന്താ മൂപ്പര് ചെയ്യുന്ന നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. എന്താണ് അവരുടെ ആക്ടിങ് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കാനുള്ളത്? നമ്മളിപ്പം ആക്ടിങ് എന്ന് പറയുമ്പം ലാലേട്ടൻ പറയുന്ന പോലെ നമ്മുടെ വിരലും നഖം വരെ അഭിനയിക്കുകയാണെന്ന് പറയുന്നത് പോലെ നമ്മൾ അഭിനയിക്കുകയാണെന്ന് തോന്നരുത്. ലൈക്ക് ബിഹേവ് ചെയ്യുന്നതാണല്ലോ ആക്ടിങ്. എത്ര നാച്ചുറൽ ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നോ അത്രയും ഭംഗിയായിട്ടിരിക്കും നമ്മുടെ ആക്ടിങ്. അപ്പൊ ലാലേട്ടനൊക്കെ നമുക്ക് കാണിച്ചിരുന്നത് അത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം ആ ക്യാരക്ടറിനോട് നീതി പുലർത്തുന്നോ, എത്രത്തോളം നമ്മൾ ആ ക്യാരക്ടറായിട്ട് ജീവിക്കുന്നോ അത്രയും സക്സസ്ഫുൾ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന ആ ക്യാരക്ടർ. ഇമിറ്റേഷൻ ഉണ്ടോ? അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. കുട്ടിക്കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ സാരി കൊടുത്ത് അല്ലെങ്കിൽ അതുപോലെ കണ്ണൊക്കെ എഴുതി ലൈക്ക് അതുപോലെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു നോക്കും. പക്ഷെ എനിക്കങ്ങനെ ഞാൻ ഇപ്പൊ അവരായിട്ട് ഉർവശിയായിട്ട് ചെയ്യുകയാണെന്നോ അതുപോലെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, ഫീൽ ആയിട്ടില്ല. ഞാൻ ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ആക്ടിങ്, എന്റെ വേർഷൻ അങ്ങനെ തോന്നിയിട്ടുണ്ട്. മലയാള സിനിമയിൽ
ഏത് പരിധി വരെ എത്തണം, അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടണം, നാഷണൽ അവാർഡ് കിട്ടണം, അല്ല എനിക്കിങ്ങനെ അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്ത് പോയാൽ മതി, അങ്ങനെ എന്താഗ്രഹമാണ്? നാഷണൽ അവാർഡ്. ഗുഡ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മാക്സിമം എക്സ്ട്രീം ആഗ്രഹിക്കും. ഓൾ ദി ബെസ്റ്റ്. മലയാള സിനിമയിൽ അല്ല, ഇന്ത്യൻ സിനിമയിൽ നാഷണൽ അവാർഡ് വരെ കിട്ടാൻ തക്ക വിധത്തിലുള്ള അവസരങ്ങൾ ശ്യാമിലിയെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചതിന്. അതുപോലെ എനിക്ക് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാനും, അതുപോലെ നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു, നല്ല കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സോ എന്താ പറയാ, എന്നെ ഇവിടെ വിളിച്ച ദ ഫിലിം സ്റ്റോറി മാൻ പ്രജിത്ത് എല്ലാവർക്കും എൻ്റെ ഹാർട്ടി താങ്ക് യു പറയാണ്. താങ്ക് യു സോ മച്ച്.